സാറിൽ നിന്നും ഇൻസ്പയർ ആയ ഒരു ന്യൂ ജൻ ഒരു ട്രാവലറാണ് എച്ച് കിക്കിംഗ് നൊമാക് മഹീനാണ്. ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. ഏതൊക്കെ കൺട്രീസ് പോയിട്ടുണ്ട് സാർ? ഇരിക്കുകയാണ്. ഏകദേശം ഒരു 85 രാജ്യങ്ങളോളം ഇപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ സാറിൻ്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ്. നിങ്ങൾ സാർ ഇപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ്, പ്രീ ബുക്ക്ഡ് ആയിട്ടാണ് അല്ല, ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം അതുപടി ടെലികാസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിന്റെ ഒപ്പം ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിക്കുന്നത്. അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല. എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ചു തരിക നാട്ടുകാരിൽ നിന്ന് ചെയ്യുന്നത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എൻ്റെ ആക്ച്വലി നമുക്ക് സ്പെഷ്യലി ആസ് എ ഇന്ത്യൻ അല്ലെങ്കിൽ ആസ് എ ബ്രൗൺ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് ട്രാവൽ എപ്പോഴും നമുക്ക് പ്രിവിലേജ് മാത്രമാണല്ലോ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. ഇപ്പം നമ്മുടെ ട്രാവൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും ഓരോ കൺട്രിയുടെ ലോ മേക്കേഴ്സാണ്. ഓരോ രാജ്യത്തിനും മറ്റു രാജ്യങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും. ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പം ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ലേ അതിനെ സമീപിക്കുക. പനി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത് ദൈവമേ. ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട്. ആ പോളിസി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയോ അല്ല ഒരു രാജ്യവും നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എടാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. അമേരിക്ക നിയമം ഉണ്ടാക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഒരു നിയമവും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഇന്ത്യയുടെ നിയമവും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് യാത്ര ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഓവർ ആയിട്ടില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.